ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്നസെൻ്റ് സാറിനെയാണ്. പുള്ളിയുടെ ഒരു കുറച്ച് പഴയ ബാക്ക് ഉള്ള ഒരു പിക്കാണ് എടുത്തിരിക്കുന്നത്. മിഥുനം ആ സിനിമയിലൊക്കെ അഭിനയിച്ച ആ ഒരു ടൈമിലെ ഒരു പിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വേർഡ് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പ്രാക്ടീസ്. പ്രാക്ടീസ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു വേർഡ് തന്നെയാണെന്ന് ഞാൻ പറയുന്നു. ഇതിൽ ഫസ്റ്റ് ഞാൻ പെൻസിൽ കൊണ്ട് ഒരു ഔട്ട്ലൈൻ വരച്ച് അത് കഴിഞ്ഞിട്ട് വാട്ടർ കളർ ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്ന വേർഡ് റിവ്യൂ എന്നുള്ള ഒരു വേർഡാണ്. നമ്മുടെ ലൈഫ് എനിക്ക് തോന്നുന്നത് ഒരു ക്ലോസ് ഒബ്സർവേഷൻ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ മനുഷ്യരാണ്, എപ്പോഴും തെറ്റുകൾ പറ്റാം, അബദ്ധങ്ങൾ പറ്റാം, ഇല്ലെങ്കിൽ കുറവുകൾ പറ്റാം. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ മിസ്സിങ്ങുകൾ വരാവുന്ന ഒരു സംഭവമാണ് നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ലൈഫിൽ ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഒരു റിവ്യൂ എടുക്കുകയും ഇല്ലെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് മിസ്റ്റേക്കുകൾ നോക്കിയിട്ട് അത് തിരുത്തി പോകുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരെ മറിച്ച് നമ്മൾ പുറത്ത് വേറെ ഔട്ട്സൈഡിൽ ഒരാളുടെ റിവ്യൂ എടുക്കുക അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും കറക്റ്റ് ആവണമെന്നില്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം അത് നമ്മുടെ ടേസ്റ്റും നമ്മുടെ പൊളിറ്റിക്സും നമ്മുടെ തോട്ടുകളുമാണ് കൂടുതലും അതിൽ ആഡപ്പായിട്ട് വരുന്നത്. അതിപ്പോൾ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അത് പലർക്കും പല ടേസ്റ്റാണ്. അതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിന് ഒരാളെന്ന് പറയുന്നു, അത് നമ്മൾ ചിലവർ അക്സെപ്റ്റ് ചെയ്യും, ചിലവരത് റിജക്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. എൻ്റെ ഒരു സജഷൻ വെച്ചാൽ നമ്മുടെ ലൈഫിലേക്ക് റിവ്യൂ കൊണ്ടുവരുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ്. നമ്മുടെ തെറ്റുകൾ കണ്ടുപിടിക്കുക, അത് തിരുത്തുക, അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്ക് നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ റിയാലിറ്റിയിലേക്ക് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു റിവ്യൂ ചെയ്യണത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മൾ കൂടുതൽ ഓവറായിട്ട് നമ്മൾ ഡെബിറ്റിലേക്ക് പോകാതിരിക്കുക. അങ്ങനെ നമ്മുടെ ലിവിങ് സ്റ്റൈല് നമ്മൾക്ക് എത്രത്തോളം എഫേർട്ടബിൾ ആണോ ആ ഒരു ഇതിൽ തന്നെ മൂവ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പിന്നെ റിവ്യൂ എന്നുള്ള വേർഡ് എനിക്ക് തോന്നുന്നത് രണ്ടാമത് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ യൂട്യൂബിൽ ഓരോ ഫിലിം റിവ്യൂ ചെയ്യണ ഒരു കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ ഒരു സജഷൻ വെച്ചാൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ പൊളിറ്റിക്സ് ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇതാണ് സപ്പോർട്ട് ചെയ്യണത്. ആ പുള്ളി അത് സപ്പോർട്ട് ചെയ്തേ എപ്പോഴും പറയുള്ളൂ. പക്ഷേ പുറത്തുള്ള ആൾ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല എനിക്ക് തോന്നുന്നത്. ആ പുള്ളിയുടെ മറ്റൊരു വ്യക്തി ആയതുകൊണ്ട് ആ പുള്ളിയുടേതായ അഭിപ്രായം ഇല്ലെങ്കിൽ ആ പുള്ളിയുടേതായ ഒരു തീരുമാനങ്ങൾ എന്തായാലും ഉണ്ടാവുന്നത് 100% ഉറപ്പാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റിവ്യൂ കണ്ട് ഇത് ഫിലിമിന് പോകാതിരിക്കുക, റിവ്യൂസും കാണാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു സജഷൻ. പണ്ട് കാലങ്ങളിൽ നമ്മൾ റിവ്യൂ കണ്ടിട്ടൊന്നും അല്ലല്ലോ സിനിമ കാണുന്നത്. ഒരു മൂമെൻറ്റ് കുറച്ച് നേരം ഒരു 2 മണിക്കൂർ എൻ്റർടൈൻഡായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ലോജിക്കൊക്കെ നോക്കിയിട്ട് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആഫ്റ്റർ ഓൾ ഒരു സ്റ്റോറിയാണ്, പിന്നെ അതൊരു മേക്കിംഗ് ആണ്, സ്ക്രിപ്റ്റ് ഓറിയൻറ്റഡ് ആണ്. അതുകൊണ്ട് ഒരു സംഭവത്തിൻ്റെ ഗുഡും അതല്ലെങ്കിൽ ബാഡും സ്പ്ലിറ്റ് ചെയ്ത് പറയുന്ന ഒരു വ്യക്തി പറയുന്ന ഒരു ഇതാണ് റിവ്യൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പിന്നെ ഡ്രോയിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സിമ്പിൾ വാട്ടർ കളറിങ് ആണ്. ആദ്യം പെൻസിൽ വെച്ചിട്ട് ടച്ച് ചെയ്തു, പിന്നെ പേന വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർ കളർ ടച്ച് ചെയ്യണതാണ്. ഇത് പ്രാക്ടീസിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യാനാണ് ഞാൻ. ഇതിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കോ ഇതുണ്ടെങ്കിൽ വിട്ടുകളയുക എന്നുള്ളതാണ് ഞാൻ പറയണത്. ഈ ഇന്നസെൻറ്റിനെ വരയ്ക്കുമ്പോൾ എനിക്ക് ഈ പണ്ട് കാലങ്ങളിലെ സിനിമകളാണ് ഓർമ്മ വരുന്നത്. പ്രത്യേകിച്ച് കാബൂളിവാല. ഇന്നസെൻറ്റ് മെയിനായിട്ട് കയറി വന്ന ഒരു പ്രധാനപ്പെട്ട നമുക്ക് ഓർമ്മയിൽ പെട്ടെന്ന് തങ്ങിയിരിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. കന്നാസും കടലാസും അല്ലേ? ഓക്കെ, ആ കാലഘട്ടത്തിലെ 2-3 സിനിമകൾ പറയുകയാണെങ്കിൽ ചെറിയ ലോകം വലിയ മനുഷ്യർ, പിന്നെ മിഥുനം, ഗോഡ് ഫാദറിലെ സ്വാമിനാഥൻ അല്ലേ,
കുറേ പഴയ പടങ്ങൾ ഓർമ്മകളിലിങ്ങനെ ഓടി വരുന്നു. എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ള റിവ്യൂവിനെ കുറിച്ച്, ഫിലിം റിവ്യൂവിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ, ഒരു പടം നമ്മൾ പോയി കണ്ട് നമ്മൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുക. അത് മറ്റൊരു വ്യക്തിയുടെ അഭിപ്രായം നമ്മൾ ഇത് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു വ്യക്തി വേണമെങ്കിൽ സീരിയസ് ആയിട്ടായിരിക്കും വേണമെങ്കിൽ ഒരു പടം വന്ന് കാണുന്നത്, മറ്റൊരു വ്യക്തി കുറച്ചൊരു എ സിയിൽ ഇരിക്കാൻ വേണ്ടിയായിരിക്കും വരുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിലായിരിക്കും അവർ വരുന്നത്. അപ്പോൾ റിവ്യൂ ഒക്കെ അവരവർ തന്നെ എടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റായിട്ട് ഈ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് മാറി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ബൈ ആൻഡ് ടേക്ക് കെയർ.